അതായത് 25,421 ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. അതായത് 341 സ്കോറിന് ആ ഒരു വർഷം MBBS കിട്ടി. അതായത് കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ ഒരു കാറ്റഗറിയിൽ ഇതേ റാങ്കിന് തന്നെയാണ് ഗവൺമെന്റ് സീറ്റിന്റെ ക്ലോസിംഗ് റാങ്ക്. ഈ ഒരു സംവരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കീമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹായ് എവരിവൺ, ദിസ് ഈസ് ANJ ഫ്രം RKNX. സോ മക്കളെ, നമ്മൾ കീം എക്സാമിനും നീറ്റ് എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആരൊക്കെ കീം എഴുതണം, ആരൊക്കെ നീറ്റ് എഴുതണം, ആരൊക്കെ കീമിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. എന്നിട്ട് എന്തുകൊണ്ട് കീമിന് അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങളിലെ 23ലെയും 24ലെയും 25ലെയും കേരള MBBSന്റെ ഗവൺമെന്റ് സെക്ടറിലുള്ള ക്ലോസിംഗ് റാങ്കുകൾ അനലൈസ് ചെയ്യാം. മക്കളെ, ഒരിക്കലും നമുക്ക് ഇന്ന സ്കോർ കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്ന മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷവും നീറ്റിൻ്റെ ടഫ്നെസ് ആ ഒരു ലെവൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 24ൽ നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 1 ഒക്കെ ഉണ്ടായിരുന്നു. 720 ഔട്ട് ഓഫ് 720 നമ്മുടെ കുഞ്ഞുങ്ങൾ നേടിയെടുത്തിരുന്നു. എന്നാൽ 25ൽ എക്സാം കുറച്ച് ടഫായി. അപ്പോൾ നമുക്ക് അത്ര പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ 100 റാങ്കിൽ പോലും നമ്മൾ എത്താൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ എക്സാം കുറച്ച് നല്ല രീതിയിൽ ടഫായിരുന്നു. പക്ഷേ ഈ വർഷം അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. യെസ്, എനിവേ നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും സ്കോർ കമ്പയർ ചെയ്യണ്ട. നീറ്റിന്റെ ലെവൽ അനുസരിച്ച് സ്കോർ ഉയരാം, സ്കോർ താഴാം. അപ്പൊ നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്കും നീറ്റ് എക്സാം ടഫ് ആയിരിക്കും അല്ലെ. ഒരാൾക്ക് മാത്രമല്ലല്ലോ ടഫ്, എല്ലാവർക്കും എക്സാം ടഫ് ആയിരിക്കും. അതിനനുസരിച്ച് മാർക്കിൽ വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ റാങ്ക് എല്ലാ വർഷവും ഏകദേശം ക്ലോസിംഗ് റാങ്ക് ഒരേപോലെയാണ് പല കാറ്റഗറികളിലും വരുന്നത്. സോ ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ 23ലെയും 24ലെയും 25ലെയും ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണ്. 864 23ൽ അവസാനമായിട്ട് ഗവൺമെന്റ് സെക്ടർ MBBS കിട്ടുന്നത്. 24ൽ 954, 25ൽ 904. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്, 1000 റാങ്കിനുള്ളിൽ വരുന്ന അല്ലെങ്കിൽ 900 റാങ്കിൽ വരുന്നവർക്കായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിക്കുക. അപ്പോൾ മാക്സിമം ജനറൽ കാറ്റഗറിയിൽ യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഉണ്ട്, അതിന് സെപ്പറേറ്റ് റാങ്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. യെസ്, എനിവേ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ മാക്സിമം 1000 റാങ്കിനുള്ളിൽ എത്താൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ എയിം. അതിൽ മാത്രമേ നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം പുതുതായിട്ട് 2 മെഡിക്കൽ കോളേജുകൾ വന്നു. ഇപ്പൊ നിലവിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. 12 മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് സെക്ടറിൽ തന്നെയുണ്ട്. എന്നാൽ പോലും എന്തില്ല, ക്ലോസിംഗ് റാങ്ക് ഉയർന്നിട്ടില്ല. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ആ ഒരു 900 റേഞ്ചിൽ തന്നെയാണ്. സോ നിങ്ങളുടെ എയിം, നിങ്ങളുടെ ടാർഗറ്റ് മിഷൻ 900-നുള്ളിൽ. ഓക്കെ, ഞാൻ പറയുന്നത് മാക്സിമം ഏറ്റവും നല്ല റാങ്കിൽ തന്നെ എത്തുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈഴവ കാറ്റഗറി നോക്കാം. 23ൽ 1822-നും 24ൽ 2483-നും 25ൽ 2409-നുമാണ് അവസാനമായിട്ട് ഗവൺമെന്റ് സീറ്റ് ലഭിക്കുന്നത്. അപ്പോൾ 24ഉം 25ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേ റാങ്കാണ്, ഒരേ റേഞ്ചാണ്. 2400 റേഞ്ചിലാണ്, അത്രയും റാങ്കിലാണ് വന്നിരിക്കുന്നത്. യെസ്. ആൻഡ് മുസ്ലിം കാറ്റഗറിയാണ്. 1313-ന് മാത്രമാണ് 23ൽ കിട്ടുന്നത്. 24ൽ 1729, 25ൽ 2394. അപ്പോൾ ഓൾറെഡി 2 കോളേജുകൾ കൂടി വന്നിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ക്ലോസിംഗ് റാങ്കും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചൊരു റാങ്ക് പിന്നിലേക്കാണെങ്കിൽ പോലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. എനിവേ LA കാറ്റഗറി 4698-ന് 23ൽ കിട്ടിയിരുന്നു. എന്നാൽ 24ൽ എത്തിയപ്പോൾ 3101. ഏകദേശം ആ 3000 റേഞ്ചിൽ തന്നെയാണ് 25ൽ. ഇതിൽ വലിയ വേരിയേഷൻ ഒരിക്കലും വരത്തില്ല. മാക്സിമം 1Kയുടെ വേരിയേഷൻ, ഒരു 1000ന്റെ വേരിയേഷൻ ആയിരിക്കും വരിക. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസിലും ഇത് തന്നെയായിരിക്കും വരിക. 1-2 കാറ്റഗറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വന്നാലേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ 3689-നാണ് LA കാറ്റഗറിയിൽ 2025ൽ കിട്ടുന്നത്. ലാറ്റിൻ കാത്തലിക്സ് ആണ്. യെസ്, ആംഗ്ലോ ഇന്ത്യൻസ്. DV അടുത്തത് DV ധീവര കാറ്റഗറിയാണ്. അപ്പോൾ LA എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക്സ് ആൻഡ് ആംഗ്ലോ ആണ്. യെസ്, DV ധീവര കാറ്റഗറിയാണ്. ധീവര. ഓക്കെ, ധീവരയിൽ 6519-ന് 23ൽ കിട്ടിയപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലും 8000 റേഞ്ചിലാണ് വന്നേക്കുന്നത്. 8490-ഉം 8062-മാണ് 24ലും 25ലും. രണ്ടും 8000 റേഞ്ചിലാണ്. സോ ആ ഒരു റേഞ്ച് ക്ലോസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വർഷവും അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
VK വിശ്വകർമ്മ കാറ്റഗറി 2154 23-ൽ. 24-ൽ എത്തിയപ്പോൾ 2197 സെയിം ആണ് വന്നത്. S25-ൽ എത്തിയപ്പോൾ കുറച്ച് കോളേജുകൾ കൂടി ആഡ് ചെയ്തു. സോ 3119 25-ൽ കിട്ടി. നമ്മൾ VK നോക്കുകയാണ്, വിശ്വകർമ്മ കാറ്റഗറിയാണ്, അത് ഓൾറെഡി പറഞ്ഞല്ലേ. BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 2915 23-ൽ കിട്ടി. ആൻഡ് 24 എത്തിയപ്പോൾ 2253 ആൻഡ് 25 എത്തിയപ്പോൾ 2916. അതായത് ഈ 3 വർഷങ്ങളിലും 2000 റേഞ്ച്, അതായത് 3000 ക്രോസ് ചെയ്തിട്ടില്ല ക്ലോസിംഗ് റാങ്ക്. 3000-നുള്ളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഒരു ഗവൺമെന്റ് സെക്ടറിൽ MBBS സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചത്, അതും കേരളത്തിൽ. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ്. 2023-ൽ 3331, 24-ൽ 4070. 4000 എത്തിയെങ്കിൽ പോലും അത് 4000-ഓട് അടുപ്പിച്ച് മാത്രമേ എത്തിയിട്ടുള്ളൂ. യെസ്. ആൻഡ് 2024-25 25 ആണ്. യെസ് മക്കളെ, 25 നമ്മൾ നോക്കുമ്പോഴത്തേക്കും 25-ൽ 2849. യെസ്. ഓക്കെ. 23-നോട് ഏകദേശം അടുപ്പിച്ചാണ് വന്നത്. KN കാറ്റഗറി കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 23-ൽ 9025, 24-ൽ 9950, 25-ൽ 9811. അതായത് ആ ഒരു 10,000-നോട് അടുപ്പിച്ചിട്ടില്ല. ഈ 3 വർഷങ്ങളിലും 9000 റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ KU കാറ്റഗറിയാണ്. 14530 23-ൽ, 14436 24-ൽ. പക്ഷേ 25 എത്തിയപ്പോഴേക്കും കുറച്ച് കോളേജുകൾ കൂടി വന്നു. ആൻഡ് ആ കാറ്റഗറിക്ക് കുറച്ചൊരു ഇത് കിട്ടി. 24407 25-ൽ കിട്ടി. അത് ഒരു അപ്പർ ഹാൻഡ് ആയി. യെസ്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13377 23-ൽ, 14549 24-ൽ, 15624 25-ൽ. ആ ഒരു റേഞ്ച് തന്നെയാണ്. 13,000 14,000 15,000 ആ ഒരു റേഞ്ച് തന്നെയാണ്. ഒരു 1Kയുടെ വ്യത്യാസമേ ഓരോ വർഷത്തു നിന്ന് പോകുമ്പോൾ വന്നിട്ടുള്ളൂ. ചിലപ്പോൾ 1Kയുടെ കുറവായിരിക്കും വരിക, ചിലപ്പോൾ 1Kയുടെ കൂടുതലായിരിക്കും വരിക. അപ്പോൾ ഓരോ കാറ്റഗറിയിലും എത്ര സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതുക എന്നതിന്റെ ബേസിലായിരിക്കും 1K കൂടുകയാണോ 1K കുറയാണോ, എനിവേ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടാണ് 3 വർഷങ്ങളിലും പോകുന്നത്. യെസ്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21,657, 24-ൽ 22,304, 25,421 ഒരു ഗവൺമെന്റ് സീറ്റ് 2025-ൽ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം വരുന്ന കുട്ടികളാണ് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഈ EWS കാറ്റഗറിയിൽ വരുന്ന. അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്. അപ്പോൾ EWയിൽ 3334-ന് 2023, 2024-ൽ 3320, 2025-ൽ 3467. മക്കളെ, ആ ഒരു 3,300 to 3,400 റേഞ്ച്, ഒരു 100-ന്റെ ഡിഫറൻസ് ഒക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. അതേ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു റേഞ്ചിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് അനലൈസ് ചെയ്ത് ഏകദേശം മനസ്സിലാകും ഏത് റാങ്ക് എയിം ചെയ്താൽ നമുക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് ഈ വർഷം തന്നെ ഉറപ്പിക്കാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എന്തിനാണ് കാറ്റഗറി വൈസ് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്, നമുക്ക് സാധ്യതകളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓരോ കാറ്റഗറിയിലെയും സാധ്യതകൾ ഡിഫറെൻ്റ് ആണ്. ഇനി നമ്മൾ 23-ലെയും 24-ലെയും സ്കോറൊക്കെ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യേണ്ട, സ്കോർ കമ്പയർ ചെയ്യേണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 23-ൽ നോക്കുകയാണെങ്കിൽ 864 എന്ന് പറയുന്നത് 640 സ്കോർ. 24-ൽ നോക്കുകയാണെങ്കിൽ 954-ന്റെ നീറ്റ് സ്കോർ 675. അപ്പോൾ നീറ്റ് സ്കോർ കമ്പയർ ചെയ്യേണ്ട, അത് ഓരോ വർഷത്തെയും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് നീറ്റ് സ്കോർ വേരി ചെയ്യും. ചിലപ്പോൾ സ്കോർ ഹൈ ആവും. ഓക്കെ. 24-ൽ നീറ്റ് സ്കോർ ഫുൾ കംപ്ലീറ്റ്, അതായത് 720 ഔട്ട് ഓഫ് 720 കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു നിരവധി. 17ഓളം സ്റ്റുഡൻസിന് 720 ഔട്ട് ഓഫ് 720 ആയിരുന്നു. എന്നാൽ 25-ലേക്ക് എത്തിയപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞു, വളരെ കുറഞ്ഞു കുട്ടികളുടെ സ്കോർ. അപ്പോൾ ടോപ്പ് സ്കോർ വരെ 700 റീച്ച് ചെയ്യാൻ ആർക്കും സാധിച്ചില്ല. യെസ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കൊന്നും 700 റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചതേ ഇല്ല. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക മക്കളെ, നല്ല കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക. നമ്മൾ അങ്ങനെ ഓറിയൻറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നല്ലൊരു സ്കോറിൽ എത്തുക, നല്ലൊരു റാങ്കിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം കേരളത്തിലെ മാത്രമല്ല, എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ലെവൽ നല്ല രീതിയിൽ
ഉയർത്തുക, ആ കുട്ടികളുടെ ഒപ്പം നമുക്ക് എത്താൻ സാധിക്കണം, അവരെക്കാൾ മുന്നിൽ എത്താൻ സാധിക്കണം. അതിനുള്ള കാലിബർ നമുക്കുണ്ട്. നമ്മളുടെ ആ മെത്തേഡ് ഓഫ് ലേണിംഗ് അതൊന്ന് മാറ്റിയാൽ മതി. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക. ആ ഒരു മെത്തേഡ് മാറ്റിയാൽ കാലിബറും കാര്യങ്ങളും ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. യെസ്, നമ്മുടെ ആ മെത്തേഡിലാണ് മിസ്റ്റേക്ക് വരുന്നത്. കോൺസെപ്റ്റ് ബേസ് ചെയ്ത് നല്ല ഡെപ്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക, വളരെ നന്നായിട്ട് എക്സാം എഴുതുക, ടോപ്പ് റാങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഈ വർഷം എത്തട്ടെ. യെസ്, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.